എലത്തൂർ HPCLലെ ഇന്ധന ചോർച്ച സെൻസർ ഗേജ് തകരാറ് മൂലമെന്ന റിപ്പോർട്ട് 6 വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഉന്നതതല സമിതി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായി മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആരോഗ്യ വകുപ്പും റിപ്പോർട്ട് നൽകി. എലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഉണ്ടായ ഡീസൽ ചോർച്ച ഇന്ധനം നിറയ്ക്കുന്നതിനിടയിൽ ഉണ്ടായ സെൻസർ ഗേജ് തകരാറ് മൂലമാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം റിപ്പോർട്ട് നൽകി. മെക്കാനിക്കൽ ഇലക്ട്രോണിക് വീഴ്ചയാണ് ഇന്ധന ചോർച്ചയ്ക്ക് കാരണം. 1500 ലിറ്റർ ഇന്ധനമാണ് ചോർന്നത്. 800 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെ ചുറ്റളവിൽ മലിനീകരണം ഉണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട്. റവന്യൂ, ആരോഗ്യ വിഭാഗം, മലിനീകരണ നിയന്ത്രണ ബോർഡ്, അഗ്നിശമന സേന, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, കോഴിക്കോട് കോർപ്പറേഷൻ എന്നീ 6 വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഉന്നതതല സമിതി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായി മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ജില്ലാ കളക്ടർ കമ്മിറ്റിയുടെ പ്രവർത്തനം കൃത്യമായി അവലോകനം ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, മലിനീകരണ നിയന്ത്രണ ബോർഡ് നിയമങ്ങൾ എന്നിവ പ്രകാരം കേസെടുക്കും. ഫാക്ടറീസ് ആക്ട് സെക്ഷൻ 92, 96 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്ഥാപനത്തിന് ഷോക്കോസ് നോട്ടീസും നൽകി. ജലസ്രോതസ്സുകൾ എത്രയും പെട്ടെന്ന് വൃത്തിയാക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന. പ്രത്യേക ഓയിൽ ഡിസ്പെൻസർ ലിക്വിഡ് ഉപയോഗിച്ച് ജലത്തിലെ മാലിന്യം നീക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സമീപവാസികൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആരോഗ്യ വിഭാഗവും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 35 വീടുകളിൽ സർവേ നടത്തിയത് ശേഷമാണ് കഠിനമായ ശ്വാസതടസ്സവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതായി റിപ്പോർട്ട് നൽകിയത്. അതേസമയം HPCL അധികൃതർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഇവിടെ നിന്നും HPCL നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ ബഹുജന മാർച്ചും സംഘടിപ്പിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.